ഫംഗ്ഷനൊക്കെ വളരെ നന്നായിട്ട് നടന്നു. ഇനി കല്യാണത്തിന്റെ കാര്യങ്ങളിലേക്ക് കടക്കണം. മഹേട്ടാ, ഞാൻ പിന്നെ വിളിക്കാമേ. എന്താ മഹേട്ടൻ തിരക്കിലാണോ? ഏയ് ഇല്ല, പറഞ്ഞു. പറയട്ടെ, എനിക്കിന്ന് മനസ്സ് നിറഞ്ഞ സന്തോഷമുണ്ട്. അതിന് കാരണം ഞാൻ പറയട്ടെ. സിത്തുവിന്റെ കല്യാണമൊക്കെ ആയതുകൊണ്ടല്ലേ? ഏയ്, അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ ഇതല്ല. പിന്നെ മഹേട്ടാ, ഇപ്പൊ എനിക്ക് ഉറപ്പിച്ചു പറയാം, സിദ്ധാർത്ഥന് യോജിച്ചൊരു പെൺകുട്ടിയെ തന്നെയാ ദൈവം അവന് നൽകിയിരിക്കുന്നെന്ന്. അങ്ങനെ പറയാൻ മാത്രം ഇപ്പൊ എന്താ സംഭവിച്ചത്? ഞാൻ മണ്ഡപത്തിൽ വെച്ച് ദേവികയുടെ മുറിയിൽ പോയി തിരിച്ചു വരാൻ നേരം അവൾ ആരോടോ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. പുറത്തുനിന്ന് ഞാൻ ശ്രദ്ധിച്ചു. അല്ല, ഫോണിലാ സംസാരിച്ചെന്ന് തോന്നുന്നു. ഞാൻ പുറത്തുനിന്ന് കേൾക്കുന്നത് അവൾ അറിഞ്ഞതുമില്ല. അല്ല, അവൾ എന്താ സംസാരിച്ചത്? അത് മഹേട്ടാ, എന്നെ സ്നേഹിക്കുന്നവരെ എനിക്ക് വിഷമിപ്പിക്കാൻ കഴിയില്ല. കുട്ടൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹം ഞാൻ പോലും അറിയാതെ എന്നെ കീഴ്പ്പെടുത്തി കഴിഞ്ഞു. ഇനി എനിക്ക് എന്റെ കുട്ടനെ മറക്കാനാവില്ല. മഹേട്ടാ, ദേവികയുടെ ആ വാക്കുകളിൽ നിന്നും അവളുടെ മനസ്സെനിക്ക് വ്യക്തമായി. അവൾക്ക് സിദ്ധുവിനോടുള്ളത് സഹതാപമല്ല, ഹൃദയത്തിൽ തട്ടിയ സ്നേഹം തന്നെയാ. അവൾക്കിനി സിദ്ധുവിനെ പിരിയാനാവില്ല. സിദ്ധുവിന്റെ കുറവുകൾ അറിഞ്ഞിട്ടും അവനെ ഉള്ളു തുറന്ന് സ്നേഹിക്കാൻ അവൾക്കാകുന്നുവെങ്കിൽ ശരിക്കും അവളെ നമ്മൾ ദേവതയെ പോലെ പൂവിട്ട് പൂജിക്കണം. സത്യം പറയാലോ, അവള് പറയുന്നതെല്ലാം കേട്ടിട്ട് എനിക്ക് അവളോട് വല്ലാത്ത മതിപ്പും ബഹുമാനവും ഒക്കെ തോന്നിപ്പോയി. സിദ്ധുവിന്റെ അസുഖമൊക്കെ മാറ്റിയെടുത്ത് അവനെ അവള് പഴയ സിദ്ധു ആക്കുമെന്ന് എനിക്ക് ഉറപ്പാ. ഇനി പൊന്നാരന്തോട്ടത്തെ മഹാലക്ഷ്മി അവളാ, ദേവിക. ഭഗവാനെ, കാര്യങ്ങൾ ഇത്രത്തോളം മംഗളകരമായി എത്തിച്ചതിന് അവിടത്തേക്ക് കോടി പ്രണാമം. ജീവിതത്തിൽ ഇന്നേ വരെ ഒരു കാര്യത്തിനും സ്വാർത്ഥത കാണിക്കാത്തവളാണ് ഞാൻ. പക്ഷേ സിദ്ധുവിന്റെ കാര്യത്തിൽ ഞാൻ വളരെയേറെ സ്വാർത്ഥമതിയാ. അവന്റെ നന്മയ്ക്ക് വേണ്ടി, അവന് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടി, അതിനുവേണ്ടി മാത്രം ഞാൻ സ്വാർത്ഥയാവുന്നത്. സിദ്ധുവും ദേവികയും തമ്മിലുള്ള വിവാഹം നടന്നില്ലെങ്കിൽ ഗോപികയും ഋഷിയും തമ്മിലുള്ള ഡിവോഴ്സ് നടത്തുമെന്നും അഞ്ജിതയും അഭിയും തമ്മിലുള്ള വിവാഹം നടക്കില്ലെന്നും എല്ലാം ഞാൻ വാശി പിടിച്ചു. അനുജത്തിമാർക്ക് വേണ്ടി ദേവിക സിദ്ധുവിനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതിന്റെ കാരണക്കാരി ഞാനാ. അതിലെനിക്ക് അല്പം പോലും കുറ്റബോധം തോന്നുന്നില്ല ഭഗവാനെ. സിദ്ധുവിനു വേണ്ടി ഇനി എന്തും ചെയ്യാൻ എനിക്ക് മടിയില്ല. അതുമൂലം ദേവികയ്ക്ക് ഇനിയും ചിലപ്പോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അതും എനിക്കറിയാം. പക്ഷേ എനിക്ക് വേറെ വഴിയില്ല. അതുകൊണ്ട് അവിടെ നിന്നോട് പൊറുക്കണം ഭഗവാനെ. ഹരിയേട്ടാ, ഒന്ന് സമാധാനിക്കേ. എങ്ങനെ സമാധാനിക്കും? എടി, ഈ കല്യാണം നടന്നാലുണ്ടാവുന്ന ഭവിഷ്യത്ത് നിനക്കറിയില്ലേ? നമ്മൾ ചെയ്ത പ്രവൃത്തികളുടെ സകല വിവരങ്ങളും അടങ്ങുന്ന ആ പെൻഡ്രൈവ് അവളുടെ ആ ദേവിയുടെ കയ്യിലല്ലേ ഉള്ളത്.
ആ പെൺഡ്രൈവുമായി അവൾ ഇവിടെ വന്ന അത് എപ്പോഴെങ്കിലും അവൾ ഓപ്പൺ ചെയ്ത് അതിലെ വിവരങ്ങൾ മുഴുവൻ അവൾ അറിഞ്ഞാൽ ദേ പിന്നെ നമ്മൾ കുടുങ്ങുവേ. നമ്മുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും. ചിലപ്പോ നമ്മൾ രണ്ടുപേരും കൂടി ജയിലിൽ പോയി കിടക്കേണ്ടി വരും. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഈ വിവാഹം നടക്കരുത്. അവൾ ഇവിടുത്തെ മരുമകളായി വന്ന് കയറരുത്. അതിനെന്താ വഴിയെന്നാ ഞാൻ ഈ ചിന്തിച്ച് തല പോയിക്കുന്നത്. പക്ഷെ എത്ര ചിന്തിച്ചിട്ടും ഒരു മാർഗവും കിട്ടുന്നില്ല. കല്യാണമാണെങ്കിൽ ഇങ്ങ് അടുക്കുകയും ചെയ്തു. ശ്ശേ. ഹരിയേട്ടാ, ഈ കല്യാണം ഒന്ന് മുടങ്ങിയ പോരെ? അതല്ലേ ഞാനിപ്പോ പറഞ്ഞു വന്നത്. അതിനൊരു ഐഡിയ ചേട്ടാ എനിക്ക് തോന്നുന്നു. എന്താ ഐഡിയ? ദേ വല്ല പൊട്ടത്തരാണെങ്കിലേ നീ ഇപ്പൊ പറയാൻ നിൽക്കണ്ട. ഞാനാണെങ്കിൽ ആകെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുക. ചേട്ടാ, ആദ്യം ഞാൻ പറയുന്നൊന്ന് കേക്ക്, എന്നിട്ട് തീരുമാനിക്ക പൊട്ടത്തരാണോ അല്ലയോന്ന്. എന്നാ നീ പറ. ഹരിയേട്ടാ, ഹരിയേട്ടന്റെ അമ്മയ്ക്ക് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു എന്ന് വിചാരിക്കാം. അങ്ങനെ സംഭവിച്ചാ ഈ വിവാഹം മുടങ്ങുമല്ലോ. അമ്മ ഇല്ലാതെ ഈ വിവാഹം എന്തായാലും മുടങ്ങുമല്ലോ. അല്ല നീ എന്താ പറഞ്ഞു വരുന്നത്? ഹരിയേട്ടന് മനസ്സിലായില്ലേ? അമ്മയെ കൊല്ലോന്നാണോ? നീ എന്റെ അമ്മയെ കൊല്ലാൻ പോവാണോ? ഹരിയേട്ടൻ എന്തിനാ തോക്കി കയറി വെടിവെക്കുന്നത്? അമ്മയെ കൊല്ലോന്ന് ഞാൻ പറഞ്ഞോ? ഒന്ന് പതുക്കെ പറ. ആരെങ്കിലും കേട്ടാ അതോടെ തീർന്നുവല്ല. ഹരിയേട്ടന്റെ അമ്മയെ കൊല്ലണോന്ന് ഞാൻ പറഞ്ഞോ? പിന്നെ എന്താ നിന്റെ ഐഡിയ? ഹരിയേട്ടാ, നമുക്ക് അമ്മ കഴിക്കുന്ന ആഹാരത്തിലോ കുടിക്കുന്ന വെള്ളത്തിലോ ബോധം കടന്ന് മരുന്ന് കലർത്താം. അത് കലർത്തി കൊടുത്താ അമ്മ ബോധം കെട്ട് വീഴും. അമ്മ ബോധം കെട്ട് കിടപ്പിലായ അമ്മയുടെ സാന്നിധ്യം ഇല്ലാതെ എന്തായാലും കല്യാണം നടക്കില്ലല്ലോ. അങ്ങനെ കല്യാണം മുടങ്ങും. തൽക്കാലം കല്യാണം മുടങ്ങിയാ പോരെ? അപ്പൊ നമുക്ക് കുറച്ച് സമയം കിട്ടുമല്ലോ. അന്നേരം നമുക്ക് ദേവികയെ എന്നേക്കുമായി ഈ ലോകത്ത് നിന്ന് തന്നെ അങ്ങ് ഒഴിവാക്കാം. അല്ല ഈ പ്ലാൻ വിജയിക്കൂ? അതെനിക്ക് വിട്ടേക്ക്. മുത്തശ്ശി, ആ എന്താ കുട്ടാ? മുത്തശ്ശി, എനിക്കൊരു കഥ പറഞ്ഞു തരുമോ? നല്ല കുട്ടിയല്ലേ. കഥയോ? ഈ നേരത്താണോ പറയുന്നേ? എനിക്കിപ്പോ തന്നെ കഥ കേൾക്കണം. സിദ്ധുമോൻ നല്ല കുട്ടിയല്ലേ. എനിക്ക് കഥ പറഞ്ഞു താ മുത്തശ്ശി. എന്താ കുട്ടാ ഇത്? എന്താ കുട്ടാ ഇത്? നല്ല കുട്ടിയല്ലേ, സമാധാനിക്ക്. ആ കുട്ടാ വന്നേ, ഈ ഡ്രസ്സൊക്കെ മാറണ്ടേ? വേണ്ട, എനിക്കൊന്നും മാറണ്ട. എനിക്ക് കഥ കേൾക്കണം മുത്തശ്ശി. എന്താ മോനെ ഇത്? ദേ അമല് വിളിക്കുന്ന കേട്ടില്ലേ? ചെന്ന് അമലിന്റെ കൂടെ പോയി ഡ്രസ്സൊക്കെ മാറി നല്ല കുട്ടിയായിട്ടിരുന്നേ. വേണ്ട, എനിക്ക് കഥ കേട്ടാ മതി. എനിക്ക് കഥ പറഞ്ഞ് താ മുത്തശ്ശി. എനിക്ക് കഥ കേൾക്കണം. നല്ല കുട്ടികൾ ഇങ്ങനെ പറയില്ലല്ലോ. എനിക്ക് കഥ കേൾക്കണം, എനിക്ക് കഥ കേൾക്കണം, എനിക്ക് കഥ കേൾക്കണം. മോനിപ്പോ മുത്തശ്ശി പറയുന്നത് അനുസരിക്ക്. പോയി ഡ്രസ്സൊക്കെ മാറി വന്ന കഥയൊക്കെ മോന്റെ മുത്തശ്ശി മോന്റെ മാലാഖ വന്ന ശേഷം മോന് പറഞ്ഞു തരും. അത് അപ്പോഴല്ലേ, എനിക്ക് ഇപ്പോഴാ കഥ കേൾക്കണ്ടേ. ആഹാ, ഇത് കൊള്ളാലോ. കല്യാണ ചെറുക്കനാണോ കഥ കേൾക്കണോന്ന് പറഞ്ഞ് കൊഞ്ചുന്നത്? മോനെ, ഇങ്ങനെ കുട്ടിക്കളി കളിച്ചിരിക്കാതെ ഡ്രസ്സൊക്കെ മാറി നേരത്തെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ചെല്. ഇല്ല, ഞാൻ പോവില്ല. എനിക്ക് കഥ കേൾക്കണം. മോനെ, മോൻ പറയുന്നൊന്ന് കേക്ക്. മുത്തശ്ശി ക്ഷീണിച്ചു വന്നിരിക്കുവല്ലേ, മുത്തശ്ശിക്ക് ഉറങ്ങണ്ടേ? മോൻ റൂമിലേക്ക് ചെന്നേ. വേണ്ട, ഞാൻ പോവില്ല. മോൻ ചെന്നേ. സിദ്ധു മോനെ. സിദ്ധു വാ, നല്ല നമുക്ക് കുട്ടിയല്ലേ. വാ, വാ സിദ്ധു, നല്ല കുട്ടിയായിട്ട് വന്നേ. സിദ്ധു വാ. ചെല്ല്.
അമ്മ എന്താ ചുമക്കുന്നേ? ഒന്നുമില്ല മോളെ. അമ്മയ്ക്ക് കുടിക്കാൻ വെള്ളം വേണോ? വേണ്ട. തൊണ്ട വരണ്ടോണ്ടാവും ചുമക്കുന്നേ. ഞാനിപ്പോ വെള്ളം എടുത്തിട്ട് വരാം. വേണ്ട മോളെ. അമലേ, നീയും പൊയ്ക്കോ. മായ വന്നിട്ട് സിദ്ധുവിനെ റൂമിലേക്ക് കൊണ്ടുപോയിക്കോളൂ. ശരി. കഥ പറഞ്ഞു താ മുത്തശ്ശി. ശരി, എന്നാ കഥ പറഞ്ഞേ. ഉമ്മ മിടുക്കനായിട്ടിരിക്കും. എടി, ഇത് അബദ്ധമാവൂ. ഹരിയേട്ടൻ എന്താ ഒരു ധൈര്യം ഇല്ലാത്തെ? അല്ല, ആള് വടിയായി പോയാ? ഇല്ല, ഒന്നും സംഭവിക്കൂലെന്നേ. ഞാൻ പറഞ്ഞില്ലേ, അമ്മയ്ക്കൊരു ബോധക്കേടുണ്ടാവും, അത്രേ ഉള്ളൂ. ഉറപ്പാണല്ലോ അല്ലേ? ഉറപ്പാ. ഹരിയേട്ടൻ എന്തെന്നെ വിശ്വാസമില്ലേ? അല്ല, വിശ്വാസമാണ്. എന്നാലും ഒരു ടെൻഷനും വേണ്ട. കല്യാണം മുടക്കുക എന്നല്ലേ നമ്മുടെ ലക്ഷ്യം. അത് നടന്നിരിക്കും. ഹരിയേട്ടൻ വാ. രണ്ടു കൂട്ടുകാരുടെ കഥ പറയട്ടെ. മല്ലനും മാധേവനും നല്ല കൂട്ടുകാരായിരുന്നു. ഒരുമിച്ചുണ്ണും, ഒരുമിച്ചുറങ്ങും, ഒരുമിച്ച് ജോലി ചെയ്യും, എല്ലാം അവരൊരുമിച്ച് ചെയ്യും. ആ കാടാണെങ്കിൽ നിറയെ വന്യമൃഗങ്ങളുള്ള കാടായിരുന്നു. എല്ലാ മൃഗങ്ങളും, സിംഹം, ആന, കരടി. പെട്ടെന്ന് ദൂരെ നിന്നൊരു കരടി വരുന്നത് കണ്ടു. എന്താ അമ്മ കഥ തുടങ്ങിയോ? അല്ലാതെ ഇവന് ഉറങ്ങില്ലല്ലോ മോളെ. അമ്മേ, ഇതാ വെള്ളം. മോന് ചെറിയമ്മ വേറെ തരാം. എടാ, നീ അത് കുടിച്ചോ? അവനത് കുടിച്ചോട്ടെ, നല്ല ദാഹം ഉണ്ടാവും. എന്താ എന്താടാ കുട്ടായി നീ കാണിച്ചേ? ഈ വെള്ളം കൊള്ളില്ല മുത്തശ്ശി, ഇതിനൊരു ടേസ്റ്റ് ഇല്ല. ഇത് ചൂടുവെള്ളമല്ലേ മോളെ? അതേ അമ്മ, ഞാനിപ്പോ തിളപ്പിച്ചാറ്റി കൊണ്ടുവന്നതാ. ചൂടുവെള്ളത്തിന് അല്ലെങ്കിൽ എന്ത് ടേസ്റ്റാ മോനെ ഉള്ളത്? ഇതിനൊരു കയ്പ മുത്തശ്ശി. കയ്പോ? ഇങ്ങോട്ട് വന്നേ. അതിവന് വെറുതെ തോന്നുക അമ്മേ. അമ്മയ്ക്ക് ഞാൻ വേറെ വെള്ളം കൊണ്ടുതരാം. എനിക്കിനി ഒന്നും വേണ്ട. വേണോന്ന് തോന്നുമ്പോഴേ ഞാൻ അമലിനെ വിളിച്ചോളാം. നീ പോയി കിടക്കാൻ നോക്ക്. ചെല്ലുമായേ. മുത്തശ്ശി, എന്നിട്ട് കരടി വന്നിട്ട് എന്താ പറ്റിയേ? ബാക്കി കഥ പറ. ആ ചെറുക്കൻ എല്ലാം നശിപ്പിച്ചു ഹരിയേട്ടാ.
ശ്രീകലേ, നീ ഇപ്പോഴും ആ ചിന്തകളിൽ തന്നെയാണോ? നിന്നോടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കാര്യങ്ങൾ ഇതുവരെ എത്തിയ സ്ഥിതിക്ക് ഇനി എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടോ വിഷമിച്ചിട്ടോ ഒരു കാര്യവുമില്ല. അതുകൊണ്ട് നീ എല്ലാം മറക്കണം. ഇന്നലെ നിന്നതുപോലെ കല്യാണത്തിന് നീ മുഖം വീർപ്പിച്ച് നിൽക്കരുത്. എന്താ അച്ഛാ ഇത്? മോള് തലയ്ക്ക് സുഖമില്ലാത്ത ഒരാളെ കല്യാണം കഴിക്കുമ്പോ ശ്രീകല എങ്ങനെ ചിരിച്ചോണ്ടിരിക്കും? മുഖം വെറുപ്പിച്ചിരിക്കാനല്ലേ സാധിക്കൂ? ഏതായാലും കാര്യങ്ങൾ കൈവിട്ടുപോയ സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും? സുലോചനെ നിർത്ത്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കാൻ നിൽക്കരുത്. എരുതയിൽ എണ്ണ ഒഴിക്കാൻ നിൽക്കാതെ നീ നിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ദോഷം സംഭവിക്കുന്നത് നിനക്കായിരിക്കും. നിന്റെ മോളുടെ ഭാവിയായിരിക്കും അത് ബാധിക്കുന്നത്. അമ്മേ, എന്താ അമ്മയുടെ ഉദ്ദേശം? ആന്റി ഇളക്കി വിട്ട് കല്യാണം മുടക്കാനുള്ള പുറപ്പാടിലാണോ അമ്മ? ഇതുവരെയൊക്കെ ആയല്ലോ. ഇനി ഏതായാലും കല്യാണം മുടങ്ങാനൊന്നും പോകുന്നില്ല. അല്ലെങ്കിൽ ശ്രീകലയ്ക്ക് കുറച്ച് അഹങ്കാരമുണ്ട്. അതൊന്ന് കുറയ്ക്കാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം തന്നെയാ ഇങ്ങനെയൊക്കെ സംസാരിച്ച്. പൊള്ളേണ്ടവർക്കൊക്കെ അങ്ങ് പൊള്ളട്ടെ. ഇനി ശ്രീകലയ്ക്ക് കല്യാണം മുടക്കാൻ പറ്റുമെങ്കിൽ മുടക്കട്ടെ. മഹാദേവ, എറണാകുളത്തു നിന്നും ബാംഗ്ലൂരിൽ നിന്നും വരുന്ന നമ്മുടെ ബന്ധുക്കളെയൊക്കെ എവിടെയാ താമസിപ്പിക്കുക? അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തോ? ആ, അതിന്റെ എല്ലാ ഏർപ്പാടുകളും ചെയ്തമ്മേ. 3-4 ഹോട്ടലുകൾ അവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. സദ്യയുടെ കാര്യത്തിനും ഒരു കുറവും ഉണ്ടാവരുത്. സാധാരണ ഏറ്റവും കൂടുതൽ പരാതി ഉണ്ടാവുന്നത് സദ്യയുടെ പേരില. അതുകൊണ്ട് നമ്മുടെ സദ്യ ഗംഭീരമാവണം. അതിനൊന്നും ഒരു തർക്കവും വേണ്ട. സദ്യ ഗംഭീരമായിരിക്കും. അത്രയ്ക്ക് മികച്ച പാചകക്കാരെ നമ്മൾ സദ്യയുടെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. അല്ല, കല്യാണത്തിന്റെ അന്ന് ഏതെങ്കിലും അനാഥാലയത്തിലെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നല്ലോ, അതെന്തായി? അയ്യോ, ശരി. അമ്മ, അമ്മ, അമ്മേ, എന്താ പറ്റി? അമ്മേ, അമ്മേ. അമ്മ, അമ്മേ, അമ്മേ, അമ്മേ. അടങ്ങേരി സിദ്ധു. എന്റെ അർച്ചനയ്ക്കും പ്രാർത്ഥനയ്ക്കും ഫലവും ഉണ്ടാവും പോവുക. ഏതായാലും ഇവിടം വരെ എത്തിയില്ലേ, അത് തന്നെ ഈശ്വരന്റെ വലിയ അനുഗ്രഹം. ഇനി കുട്ടന്റെ കല്യാണം. കുട്ടന്റെ കല്യാണം കൂടി നടന്നു കണ്ട എനിക്ക് വലിയ സമാധാനമാണ്. ഇനി എന്നാ എന്റെ കല്യാണം? ഇന്നലെ കല്യാണാണെന്നാ ഞാൻ കരുതിയേ. ഇന്നലെ ഞാനും മാലാകേട്ടിലെ കല്യാണം നടന്നില്ലല്ലോ. മോനെ കുട്ട, ഇന്നലെ നടന്നതും നിന്റെ വിവാഹത്തിന്റെ ഭാഗമായുള്ള ചടങ്ങുകൾ തന്നെ. എന്നിട്ട് ഞാനും മാലാകയായിട്ട് പൂമാലൊന്നും ഇട്ടില്ലല്ലോ. കല്യാണത്തിന് ഞാൻ മാലാകയ്ക്ക് പൂമാല ഇട്ട് കൊടുക്കുമല്ലോ. മാലാക എനിക്കും പൂമാല ഇട്ടരില്ല.
എന്നിട്ട് അന്ന് നടന്നില്ലല്ലോ. പൂമാല ഇടാനും താലി കെട്ടാനും ഒക്കെ കുട്ടന് ധൃതിയായി അല്ലേ? എനിക്ക് പെട്ടെന്ന് കല്യാണം കഴിക്കണം. ചായ അയ്യോ മോനെ, അത് മോനുള്ള ചായ അതല്ല. മോനുള്ള ചായ ഇളയമ്മ എടുത്തരാം. ഇതാ മോന്റെ ചായ. ഇതാണോ? ആ. അല്ല, ഇന്ന് നീയാണോ ചായ ഉണ്ടാക്കിയത്? ജാനകി ചേച്ചിയും ഗോപികയും സ്മൃതിയും ഒക്കെ കല്യാണത്തിന്റെ ഓട്ടത്തിലല്ലേ. ആ സ്ഥിതിക്ക് ഞാൻ ഇതെങ്കിലും ചെയ്യണ്ടേ? ഓ അങ്ങനെ. അതെന്തായാലും നന്നായി. ഞാനൊരു ചൂട് ചായ കുടിക്കണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. എനിക്കുള്ള ചായ ഇങ്ങ് തന്നേ മായ.